എത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ഈ ദൈവം ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഇതിനും തന്നെ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ആരല്ലത്? എന്റെ വീട്ടില് 26 ആള് കാണാണ്ടായി. 26 പേര്. അതില് ഇപ്പൊ 2 പേരെ കണ്ടെത്തി. ബാക്കി ആരും കണ്ടെത്തിയില്ല. ഉറങ്ങാൻ കിടന്ന് കണ്ണടയുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നിമിഷ നേരം കൊണ്ട് കൂടെയുള്ളവരെ എല്ലാം വാരിയെടുത്തുകൊണ്ട് ദിശ മാറി വന്ന ആ പുഴ കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവരവിടെ ജീവിക്കുമ്പോൾ, കാലഘട്ടമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരവിടെ ജീവിക്കുമ്പോൾ ആ പ്രകൃതി അവർ വല്ലാതെ പ്രണയിച്ചിരുന്നു. ആലോചിച്ച് നോക്കാണ്, നമ്മൾ എന്ത് പാപം ചെയ്തിട്ടുണ്ട് ഈ നാട്ടില്? ആരും ഒരു പാപം ചെയ്യുന്ന ആൾക്കാരല്ല, അന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ്. നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത്? എന്റെ വാക്കിലും എല്ലാവരും ഇത് കിടക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരോട് ഞങ്ങൾ പറയുന്നത്? എന്റെ സ്നേഹിതന്മാരും എല്ലാവരും മണ്ണിനടിയിലാണ്. അറിയോ? ഇതൊക്കെ ആരോട് നമ്മൾ സങ്കടം പറയും? എല്ലാവരും പോയി കിടക്കാണ്. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ദൈവം ഞങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് തന്റെ കൂടപ്പിറപ്പുകളെ കാണാതെ പറയുന്ന ഓരോ വാക്കുകളാണിതെല്ലാം. ഒരുപാട് സന്തോഷത്തോടുകൂടി ഈ പുഴയുടെ തീരത്തിലൂടെ ഇവരൊക്കെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ സന്തോഷത്തിന്റെ കാൽപാദങ്ങൾ ആ പുഴയുടെ തീരത്തെല്ലാം, പിന്നെ ഓരോ കാൽപാദങ്ങളും പതിഞ്ഞ മണ്ണുകളുണ്ട്. പക്ഷേ ഇന്ന് ആ മണ്ണുകളിലൂടെ, പുഴയുടെ തീരത്തിലൂടെ, ആ മണ്ണുകളിലൂടെ ബൂട്ടിട്ടിട്ടുള്ള പട്ടാളക്കാർ തിരയുന്നത് ആ പുഴയുടെ തീരത്ത് സഞ്ചരിച്ചിരുന്ന ഓരോ വ്യക്തികളുടെയും ചലനമറ്റ ശരീരങ്ങളാണ്. പക്ഷേ അവിടെ കാണാൻ കഴിയുന്നതോ, അവിടെ വളരെ സന്തോഷത്തോടു കൂടി നടന്നിരുന്ന കാൽപാദങ്ങൾ മാത്രമാണ് ചിലപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പൂക്കളെ പറിച്ച കൈകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ചിലരിലാവട്ടെ കൈകളുമില്ല, കാലുകളുമില്ല, മറ്റൊരു രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത സങ്കടത്തിന്റെ ഒരു ഏരിയ ആയിട്ടാണ് ഇന്ന് ആ ചൂരൽമലയിൽ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാതെ പ്രണയിച്ചിരുന്നവർ ആ പ്രകൃതിയെ. പക്ഷേ ഇതൊക്കെ നമുക്ക് മുന്നിൽ വലിയ പാഠങ്ങളാണ്. നമുക്കൊന്നും യാതൊരു രീതിയിലും ഒരു ഗ്യാരണ്ടിയുമില്ല. ഓടിക്കളിച്ച, വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിന്റെ മുറ്റത്ത് ഓടിക്കളിച്ചവരായിരുന്നു അവിടെയുള്ള എല്ലാ കുട്ടികളും. പക്ഷേ ആ സ്കൂൾ മുറ്റത്ത് പിന്നീട് നേരം പുലർന്നപ്പോൾ കണ്ടത് ആ കുട്ടികളുടെയൊക്കെ ചിന്നിച്ചിതറിയ ശരീരത്തിന്റെ ഭാഗങ്ങളായിരുന്നു. തലേ ദിവസം അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്ന അവരുടെ ബെഞ്ചും ഡെസ്കും, ആ ബെഞ്ചിലും ഡെസ്കിലുമായിരുന്നു അവർ കയറിയിരുന്നത്. ആ ബെഞ്ചിലും ഡെസ്കിലും കയറിയിരുന്ന് അവർ പഠിച്ചിരുന്നു. പക്ഷേ പുലർന്നപ്പോൾ ആ കുട്ടികൾ സ്കൂളിലേക്ക് തൻ്റെ ബാഗോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ചോറ്റുപാത്രമോ എടുക്കാതെ ആ വലിയ ആ ഒരു കുത്തൊഴുക്കിൽ ചലനമറ്റുകൊണ്ട് ഒഴുകിയെത്തിയിട്ട് അവർ കിടക്കുന്നതിന് മുകളിലാണ് ആകെ തകർന്നടിച്ചിട്ടുള്ള ആ ബെഞ്ചും ഡെസ്കും എല്ലാം കിടക്കുന്നത്. എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ ജീവിതം മാറിയത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ അവസ്ഥ മാറിയത്. ഇത്രയും സങ്കടത്തോടു കൂടിയുള്ള ഓരോ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒന്നും വാക്കുകൾക്ക് നമുക്ക് മറുപടി പറയാനേ ഇല്ല. എന്നാൽ പോലും സന്തോഷം തോന്നുന്ന ചില രംഗങ്ങളും അവിടുന്ന് ഉണ്ട്. 8 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് അവരുടെ പ്രകൃതിയുടെ ആ താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പുതുജീവൻ, അത്ഭുത ബാലനായിട്ട് ഈ കുഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ചൂട് ഒട്ടിപ്പിടിച്ച് കിടന്നിരുന്ന അവരുടെ ഉമ്മ ഇന്ന് അവരോട് കൂടെയില്ല. അവരാ കുഞ്ഞിനെയും തനിച്ചാക്കിയിട്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിവാഹത്തിന് വേണ്ടി സന്തോഷത്തോടു കൂടി ഒരുമിച്ച് വിവാഹം പാർട്ടികളെല്ലാം തീരുമാനിച്ച പല കുടുംബങ്ങളും നേരം പുലരുമ്പോഴേക്കും ഒന്നിച്ച് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ഇരുന്ന ഗർഭിണികളായ സ്ത്രീകൾ, അവർക്കൊരു പുതിയ കുഞ്ഞിനോ അവർക്കോ ജീവനില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ ഈ പാറിക്കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവിടെ ജനിച്ച പല ആളുകളുടെയും ചലനമറ്റ ശരീരം കിട്ടിയിരിക്കുന്നത് മറ്റേതോ സ്ഥലങ്ങളിൽ നിന്നാണ്.
ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഓരോ കാഴ്ചകളും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളിൽ നമ്മൾ പറയാറുണ്ട്, ആ രക്ഷപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക്, അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം. ഓരോ കുടുംബത്തിൽ നിന്നും 10-16 പേരുള്ള കുടുംബത്തിൽ നിന്ന് 1 പേരൊക്കെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവർക്കൊരു ശാന്തി കിട്ടാൻ, സമാധാനം കിട്ടാൻ, മനസ്സിനൊരടക്കം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു നിമിഷത്തെ ഉറക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഈ ലോകത്തിനോട് വിട പറഞ്ഞ 100 കണക്കിന് സുഹൃത്തുക്കളാണ് അവിടെയുള്ളത്. അവർക്ക് വേണ്ടി ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പടച്ച റബ്ബേ, ആ കുടുംബങ്ങൾക്കൊക്കെ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ല. ഇവിടത്തിനേക്കാൾ നല്ല വീട് നൽകി നീ അവരെ സ്വീകരിക്കണേ അല്ല. ഇവിടത്തിനേക്കാൾ നല്ല ഭവനവും അതുപോലെ തന്നെ നല്ല മാതാവിനെയും പിതാവിനെയും അവർക്ക് അവിടെ നൽകി സന്തോഷത്തിന്റെ ഒരു കുടുംബാന്തരീക്ഷം റബ്ബേ നീ സ്വർഗത്തിൽ എത്തിച്ചു കൊടുക്കണേ. അവരുടെ ഖബറിൽ ഒരുപാട് സന്തോഷങ്ങൾ ഇട്ട് കൊടുക്കണേ എന്ന് ഈ ഒരു വെള്ളിയാഴ്ച രാവിന്റെ നല്ലൊരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളല്ലാതെ നമുക്ക് മുന്നിലൊന്നുമില്ല. പടച്ച റബ്ബ് സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും മക്കളെ കൊണ്ടും അത് പ്രകൃതിയെ കൊണ്ടൊക്കെ പരീക്ഷിക്കുമെന്ന് അറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ ഒരു വിശ്വാസമുള്ള നമ്മുടെ മുന്നിൽ ഇത്രയും പരീക്ഷണങ്ങൾ മറ്റൊരിടത്ത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുകയാണ്. പക്ഷേ ഏത് നിമിഷത്തിലാണ് നമുക്കൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരിക എന്നുള്ളത് ഒരിക്കലും തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തതാണ്. ബുദ്ധിമുട്ടിയിട്ട് അഹോരാത്രം വല്ലാതെ സഹിച്ചുകൊണ്ട് കഠിനമായി പ്രയത്നിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ജാതി എന്തെന്നോ മതം എന്തെന്നോ രാഷ്ട്രീയം എന്തെന്നോ നോക്കാതെ അവിടെ പ്രയത്നിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നടന്നിട്ട് അതിൻ്റെ ഇടയിൽ വിഷവാക്കുകൾ പറയുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ വാക്കുകളൊന്നും നമ്മൾ ചെവിക്കൊള്ളേണ്ടതില്ല. അതൊക്കെ എത്ര നല്ലതുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കുറെ പാഴ്ജന്മങ്ങൾ ഉണ്ടായിരിക്കും. അവരങ്ങനെ തന്നെയാണ്, അവർ പഠിച്ചതാണത്, അവരുടെ സാഹചര്യമാണ്, അവരുടെ ആൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം ആ രീതിയിൽ വിഷവിത്തുകളൊക്കെ വിഷവാക്കുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എന്താണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട ആ പ്രകൃതി ഈ രീതിയിൽ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതം മുഴുക്കയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടാലും നമ്മുടെ മുന്നിൽ ഓരോ വിധികൾ വരുമ്പോൾ ആ വിധിയെ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതല്ല, ഈ ലോകത്തിനോട് വിട പറയാൻ വിധിച്ചവരെല്ലാം വിട പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന രീതിയിൽ സഹകരിക്കുകയും സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുകയും പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പടച്ച റബ്ബേ, സുഹൃത്തുക്കള്, ഞങ്ങളുടെ സ്നേഹിതന്മാര്, സഹോദരങ്ങള്, പിഞ്ചു പൈതങ്ങള്, സഹോദരിമാര് എല്ലാം ഞങ്ങൾക്ക് മുന്നിൽ വല്ലാത്തൊരു കാഴ്ചയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതാക്കി കൊടുക്കണേ റബ്ബേ, ആമീൻ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി സഹായിക്കാൻ പറ്റുന്നത് മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നതെല്ലാം സഹായിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ടാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു പരീക്ഷണം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നുള്ളത്. സാഹചര്യത്തിന്റെയും സമയത്തിന്റെയും അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു ആ ഒരു പ്രകൃതിയുടെ ആ ഒരു താണ്ഡവം അവരെ എല്ലാവരെയും കൊണ്ടുപോയപ്പോൾ ഈ ചോദ്യങ്ങളല്ലാതെ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. നമുക്കിത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും പടച്ച റബ്ബ് എല്ലാത്തിനും പരിഹാരം നൽകിക്കൊണ്ട് തിരിച്ചു വരാനുള്ളവരെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ കാണാതായവരെ കണ്ടെത്തുവാനുമുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.